നമസ്കാരം. ഈയടുത്തായി അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിയുടെ ഓഹരികൾ വൻ കുതിപ്പിലാണ്. അപ്പോൾ എന്താണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ? നമുക്ക് അവരുടെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റർ റിപ്പോർട്ടൊന്ന് വിശദമായി നോക്കാം, ഇതിന്റെ കാരണം കണ്ടെത്താൻ. കണ്ടില്ലേ, ഒരൊറ്റ ദിവസം കൊണ്ട് 10% വളർച്ച. വിപണിയുടെ ഈയൊരു പ്രതികരണം തന്നെ ഒരു വലിയ ചോദ്യമുയർത്തുന്നുണ്ട്. എന്താണ് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസിന്റെ ഈ കുതിപ്പിന് പിന്നിലെ ഊർജം? ശരി, നമുക്കാദ്യം തന്നെ ഈ കുതിച്ചുചാട്ടത്തിന് കാരണമായ അവരുടെ മൂന്നാം ക്വാർട്ടറിലെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ഈ ക്വാർട്ടർ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നറിയാൻ അവരുടെ ചെയർമാന്റെ ഈ വാക്കുകൾ മാത്രം മതി. ഇത് വെറുമൊരു മികച്ച പ്രകടനമല്ല, മറിച്ച് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായാണ് കമ്പനി ഇതിനെ കാണുന്നത്. അപ്പോ ഈ വാക്കുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം, അല്ലേ? കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അവരുടെ സാമ്പത്തിക പ്രകടനം ശരിക്കും എത്രത്തോളം മികച്ചതായിരുന്നുവെന്ന്. ഈ കണക്കുകൾ നോക്കൂ, ശരിക്കും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ വരുമാനം 263 കോടി. ഈ വർഷം അത് 472 കോടി രൂപയിലേക്ക് കുതിച്ചുയർന്നു. വരുമാനത്തിൽ എത്ര വലിയൊരു ചാട്ടമാണുണ്ടായിരിക്കുന്നത് എന്ന് നോക്കൂ. അതെ, 80%. ഒരു വർഷം കൊണ്ട് വരുമാനത്തിലുണ്ടായ ഒരു അവിശ്വസനീയമായ വളർച്ചയാണിത്. ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും ഇതൊരു ചെറിയ നേട്ടമൊന്നുമല്ല. ഈ ഒരൊറ്റ സംഖ്യ തന്നെ മതി അവരുടെ പ്രകടനത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ. ഈ വരുമാന വളർച്ച ലാഭത്തിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇബിഡ, അതായത് പ്രവർത്തന ലാഭം, 42 കോടിയിൽ നിന്ന് 91 കോടിയായി ഉയർന്നിരിക്കുന്നു. മാർജിനാണെങ്കിൽ 19.4%-ആയും വർദ്ധിച്ചു. അതായത് വരുമാനം വളർന്നതിനേക്കാൾ വേഗത്തിലാണ് ലാഭം വളർന്നത്. ഇനി അവരുടെ ഭാവിയിലേക്കുള്ളൊരു സൂചന നോക്കാം. ഓർഡർ ബുക്ക് എക്കാലത്തെയും ഉയർന്ന നിലയിലാണ്, 2451 കോടി രൂപ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വരും മാസങ്ങളിലേക്കുള്ള വരുമാനം അവർ ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. ഓക്കേ, അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് എന്ത് സംഭവിച്ചു എന്നാണ്. ഇനി ആരാണ് ഇതിന് പിന്നിലെന്ന് നോക്കാം. ആരാണ് ഈ അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ്? വളരെ ലളിതമായ ഒരു ചോദ്യം അല്ലേ? എന്താണ് ഈ കമ്പനി യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അവർ നിർമ്മിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പവർ ഗ്രിഡിന്റെ നട്ടെല്ലാണ്. അതായത് പവർ പ്ലാന്റുകളിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്കും വ്യവസായശാലകളിലേക്കും വൈദ്യുതി എത്തിക്കുന്ന ശൃംഖലയിലെ ഏറ്റവും നിർണായക കണ്ണികളായ ട്രാൻസ്ഫോർമറുകൾ. ഈ കമ്പനിയുടെ വലിപ്പമൊന്ന് നോക്കിക്കേ. 30 വർഷത്തെ അനുഭവ പരിചയം, 5 നിർമ്മാണശാലകൾ, രാജ്യത്തുടനീളം സേവനം. അതുപോലെ ഊർജ്ജമേഖലയിലെ അദാനി, ടാറ്റ പവർ പോലുള്ള വമ്പന്മാരാണ് ഇവരുടെ ഉപഭോക്താക്കൾ. ഇതുതന്നെ അവരുടെ കഴിവും വിശ്വാസ്യതയും നമുക്ക് കാണിച്ചു തരുന്നു. ശരി, ഇനി അവിശ്വസനീയമായ ക്വാർട്ടറിന് പിന്നിലെ എങ്ങനെ എന്ന ചോദ്യത്തിലേക്ക് കടക്കാം. ഏതൊക്കെ തന്ത്രപരമായ തീരുമാനങ്ങളാണ് ഈ വിജയത്തിന് കാരണമായതെന്ന് നമുക്ക് പരിശോധിക്കാം. അവരുടെ 30 വർഷത്തെ യാത്ര നോക്കൂ. പതിയെ തുടങ്ങി, ഓരോ ഘട്ടത്തിലും കഴിവുകൾ വികസിപ്പിച്ചു. പക്ഷേ അടുത്തിടെ നടന്ന ഈ വലിയ ഏറ്റെടുക്കലുകളും പുതിയ പ്ലാന്റുമാണ് അവരുടെ വളർച്ചയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത്. അപ്പോൾ ഇതാണ് നിർണായകമായ കാര്യം. അവരുടെ നിക്ഷേപഘട്ടത്തെക്കുറിച്ചുള്ള ചെയർമാന്റെ വാക്കുകൾ ഓർമ്മയില്ലേ? വെറും 1.5 വർഷം കൊണ്ട് നിർമ്മാണശേഷി 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ നീക്കം. ഈ പട്ടിക നോക്കിയാൽ അത് വ്യക്തമാകും. പുതിയ വഡോദര പ്ലാന്റും ഏറ്റെടുത്ത അറ്റ്ലാന്റ ട്രാഫോയും ചേർന്നപ്പോൾ അവരുടെ മൊത്തം ശേഷി 63,060 MVA ആയി ഉയർന്നു. ഈ പുതിയ ശേഷിയാണ് അവരുടെ വരുമാനം കുതിച്ചുയരാൻ പ്രധാന കാരണം. അപ്പോൾ ഈ വളർച്ച ഇവിടെ അവസാനിക്കുമോ, അതോ ഇതൊരു തുടക്കം മാത്രമാണോ? എന്തുകൊണ്ടാണ് ഈ മുന്നേറ്റം ഇനിയും തുടരുമെന്ന് കമ്പനി വിശ്വസിക്കുന്നത്? നമുക്ക് നോക്കാം. കമ്പനി വിശ്വസിക്കുന്നത് ട്രാൻസ്ഫോമർ വ്യവസായം തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണെന്നാണ്. ആ വരാനിരിക്കുന്ന വലിയ വളർച്ചയുടെ അവസരം മുതലെടുക്കാൻ തങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് വെറുമൊരു പ്രതീക്ഷയല്ല, അവരുടെ മുന്നിൽ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. വിപണി വിഹിതം വർദ്ധിപ്പിക്കുക, പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുക, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക, ഉപഭോക്തൃബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. ഈ വിജയം ഒരു ചിട്ടയായ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. 9.5 ട്രില്യൺ രൂപ, ഇതൊരു ചെറിയ തുകയല്ല. എന്താണ് ഈ വലിയ സംഖ്യ സൂചിപ്പിക്കുന്നത്? ആ വലിയ സംഖ്യയുടെ അർത്ഥം ഇതാണ്: 2032-നകം ഇന്ത്യയുടെ ഊർജ്ജ പ്രസരണ മേഖലയിൽ വരാനിരിക്കുന്ന നിക്ഷേപമാണിത്. അറ്റ്ലാന്റയുടെ തന്ത്രങ്ങളെല്ലാം ഈ വലിയ വിപണി ലക്ഷ്യമിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു. നിർമ്മാണശേഷി 4 ഇരട്ടിയാക്കി വ്യക്തമായ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസിന് ഈ വലിയ അവസരത്തിൽ നിന്ന് തങ്ങളുടെ പങ്ക് നേടിയെടുക്കാൻ സാധിക്കുമോ? സമയം തന്നെ നമുക്ക് ഉത്തരം